ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 5, 8, 11 എന്ന് പറയുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഈ സമാന്തര ശ്രേണിയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറുകളും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗങ്ങളൊന്നും വരില്ല എന്ന് പ്രൂവ് ചെയ്യാം. പൂർണ്ണവർഗങ്ങൾ ആരാ? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഈ നമ്പേഴ്സ് എക്സെട്ര ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1, 4, 9, 16, 25, 36. ഈ നമ്പേഴ്സിനെ 1, 4, 9, 16, 25, 36 എന്ന് പറയുന്ന ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ പൂർണ്ണവർഗങ്ങൾ അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വിളിക്കുക. ഈ നമ്പറുകൾ ഒന്നും ഈ സീക്വൻസ് എഴുതി പോയാൽ അതിലൊന്നും വരുന്നില്ല എന്ന് പറയാം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒന്നും വരില്ല, ശരിയാണ്. അത് കഴിഞ്ഞാൽ 4 അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ, അത് വരുന്നില്ല. 9 അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ, 8 കഴിഞ്ഞാൽ 11 9 വരുന്നില്ല. അപ്പൊ ഇനി അങ്ങോട്ട് 16 വരുന്നില്ല, 25 വരുന്നില്ല, 36 വരുന്നില്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയറും നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏത് സ്ക്വയർ എടുത്താലും ഈ സീക്വൻസിൽ വരില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള പ്രൂഫിനൊക്കെ തന്നെ നമുക്ക് എഴുതി പ്രൂവ് ചെയ്താൽ പോരാ. നമുക്ക് സീക്വൻസ് ഇങ്ങനെ തുടർച്ചയായി എഴുതിയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ജനറൽ ഫോം എടുക്കണം. ഈ സീക്വൻസിന്റെ ജനറൽ ഫോം നമുക്കറിയാം. ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പൊതുരൂപം. ഇതിന്റെ പൊതുരൂപം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾസ്, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ 3n. 1 into 3 3. 3യേക്കാൾ എത്ര കൂടുതലാ? 5. ഫസ്റ്റ് ടൈം 3യുടെ ഫസ്റ്റ് മൾട്ടിപ്പിളിനോട് എത്ര കൂടുതലാ? 2 കൂടുതൽ. അപ്പൊ ഇതിനെ 3n + 2 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ പൊതുരൂപം 3n + 2. അതല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസിനോട് n എഴുതുന്നു, അടുത്ത ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ഫോം എഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിന്റെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിയുടെ സംഖ്യകളുടെ പ്രത്യേകത 3യുടെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്നതാണ്. 3യുടെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടിയതാണ്. ആ 3യുടെ ആദ്യത്തെ മൾട്ടിപ്പിൾ 3 ആണ്, 3 കൊണ്ട് 2 കൂട്ടി. 3യുടെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ 6 ആണ്, 6 കൊണ്ട് 2 കൂട്ടി. 3യുടെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 9 ആണ്, 9 കൊണ്ട് 2 കൂട്ടി. അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ 3യുടെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്നു അതിന്റെ അർത്ഥം. അങ്ങനെ കൂടി ഒരു അർത്ഥമുണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിയുടെ എല്ലാ ടേമിനെയും കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, പൊതുവ്യത്യാസമായിട്ടുള്ള 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായവരെ 2 ആയിരിക്കും. എല്ലാത്തിനും ചെയ്താൽ നമുക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പൊ ഇനി നമുക്ക് ആവശ്യം ഇതാണ് ടേം. ഈ ടേം എന്ന് പറയുന്നത് ഒരിക്കലും ആര് വരില്ല എന്ന് പ്രൂവ് ചെയ്യണം. 3n + 2 എന്ന് പറയുന്ന രൂപത്തിൽ ആര് വരില്ല? 1, 4, 9, 16, 25, 36 എന്ന് പറയുന്ന നമ്പേഴ്സ് ഈ രൂപത്തിൽ വരില്ല. ഏത് രൂപത്തില്? 3യുടെ മൾട്ടിപ്പിൾസ് പ്ലസ് 2 എന്നുള്ള രൂപത്തിൽ. അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ ആയി വരുന്നത് നമുക്കറിയാം. 1, 4, 9, 16, 25, 36, 49 ഈ നമ്പേഴ്സിനെ ഒക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. ഒരിക്കലും 2 റിമൈൻഡർ വരുന്നുണ്ടാവില്ല. അവിടെ റിമൈൻഡർ വരിക 0 അല്ലെങ്കിൽ 1 ആണ്. ഇനി നമുക്ക് അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ ഒന്ന് എഴുതാം. 1, 2, 3, 4, 5, 6, 7. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ ഞാനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ആദ്യം മൾട്ടിപ്പിൾസ് ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾസ് ആരാ ഇതിൽ? 3യുടെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 3, അത് കഴിഞ്ഞാൽ 6, പിന്നെ നമുക്കറിയാം 8, അത് കഴിഞ്ഞാൽ 9, ഇങ്ങനെ പോകും. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്നു. അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്നത് അതായിരിക്കും ഇവിടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുന്നത്, റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് ആരാ? 1, പിന്നെ 4, പിന്നെ 7, അത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ തുടർന്നു പോകും. അടുത്തത് റിമൈൻഡർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്ന നമ്പേഴ്സ്, അതാണ് ഇവിടുത്തെ നമ്പേഴ്സ്. പക്ഷെ അതിലൂടെ ആര് തുടങ്ങും? 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 2, 5, 8 എക്സെട്ര. ഇതിന്റെ ജനറൽ ഫോമിനെ നമുക്ക് 3n എന്ന് എഴുതാം. ഈ സീക്വൻസിന്റെ ജനറൽ ഫോമിനെ 3n എന്ന് എഴുതാം. ഈ സീക്വൻസിന്റെ ജനറൽ ഫോമിനെ നമുക്ക് 3n + 1 എന്ന് എഴുതാം. കാരണം 3യുടെ മൾട്ടിപ്പിൾസിനോട് 3n + 1 എന്നോ അല്ലെങ്കിൽ ജനറൽ ഫോമിനെ നമുക്കിവിടെ +1 കൂടി വന്നുകൊണ്ട് നമുക്ക് ഇതിനെ 3n - 2 എന്ന് എഴുതാം. എന്തായാലും കുഴപ്പമില്ല, 3n - 2 എഴുതാം. ഇതിനെ നമുക്ക്
3n മൈനസ് 1 എന്നുണ്ട്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിനെ ഈ എഴുതിയ 1 മുതൽ അങ്ങോട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ 3 ഗ്രൂപ്പായിട്ട് മാറ്റി. 3യുടെ മൾട്ടിപ്പിൾ, ഈ നാച്ചുറൽ നമ്പേഴ്സ് 3യുടെ മൾട്ടിപ്പിൾസ് ഇത്, 3യുടെ മൾട്ടിപ്പിൾസിന് 2 കുറയ്ക്കാൻ ഇത്, 3യുടെ മൾട്ടിപ്പിൾസിന് 1 കുറച്ചാൽ ഇത്. അപ്പൊ ഈ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 3 ഭാഗങ്ങളായിട്ട് മാറ്റി. ഇതിൽ ഓരോന്നിനും ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറിനെയാണല്ലോ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. ഇതിൽ ഓരോന്നിനെയും സ്ക്വയേഴ്സ് എടുക്കാൻ പോകും. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കാൻ വേണ്ടി ഞാൻ 3n സ്ക്വയർ എടുക്കും. 3n സ്ക്വയർ എടുക്കും. 3n സ്ക്വയർ എത്രയാ? 9n സ്ക്വയർ. 3n സ്ക്വയർ 9n സ്ക്വയർ. 9n സ്ക്വയറിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആ. അപ്പൊ 3 × 3n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n സ്ക്വയർ ഒരു നാച്ചുറൽ നമ്പറാ, ഇൻറ്റു 3 അതും ഒരു നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പർ ഇൻറ്റു 3 ആണ്. അപ്പം ആ ഒരു 3യുടെ മൾട്ടിപ്പിൾ എന്നുള്ള ഫോമിലേക്ക് വരും. അടുത്ത നമുക്ക് 3n മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്യും പെർഫെക്റ്റ് സ്ക്വയർസിനെ കാണാൻ വേണ്ടി. കാരണം ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ്, ഇതിന്റെ സ്ക്വയർസ് ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കാൻ വേണ്ടി ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്കറിയാം a മൈനസ് b ഹോൾ സ്ക്വയർ. a മൈനസ് b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇത് ചെയ്യേണ്ടത്. a മൈനസ് b ഹോൾ സ്ക്വയർ ഞാൻ നേരത്തെ നമ്മൾ 8ാം ക്ലാസ് പഠിച്ചതാണ്. a മൈനസ് b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. ആ ഫോമിൽ ചെയ്താൽ ഇവിടെ a എന്ന് പറയുന്നത് 3n ആണ്, b എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 3n ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9n സ്ക്വയർ ആണ്, മൈനസ് 2ab. 2 × 3n 6n, 6n × 2 12n പ്ലസ് b യുടെ സ്ക്വയർ 2 ന്റെ സ്ക്വയർ 4. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് 3യുടെ മൾട്ടിപ്പിളാ, ഇത് 3യുടെ മൾട്ടിപ്പിളാ. പക്ഷെ 4 3യുടെ മൾട്ടിപ്പിൾ അല്ല. പക്ഷെ 4 3യുടെ മൾട്ടിപ്പിളിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ ചെയ്യാം, n സ്ക്വയർ മൈനസ് 12n. ആ 4നെ ഞാൻ 3 പ്ലസ് 1 എന്ന് ചെയ്യും. ഇപ്പം ഇതുവരെയുള്ള എല്ലാം 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ അവിടുന്ന് ഞാൻ 3 എടുത്ത, കാരണം 9 3 × 3 ആ, 12 4 × 3 ആ, 3 പറഞ്ഞാൽ 1 × 3 ആണ്. അപ്പൊ അവിടുന്ന് ഞാൻ 3 കോമൺ ആയിട്ട് എടുത്താൽ ഈ 3 × 3 3 പോയാൽ ബാക്കി അവിടെ 3n സ്ക്വയർ ആണ്, മൈനസ് 12 3 × 4 ആണ്. അതിൽ 3 ഒരു ഫാക്ടർ ആയിട്ട് 3നെ കോമൺ ഫാക്ടർ എടുത്താൽ അവിടെ 4n ഉണ്ടാവും, പ്ലസ് ഇത് 3 1 × 3. അതിൽ ആ 3നെ കോമൺ ഫാക്ടർ എടുത്താൽ ബാക്കി ഒരു ഫാക്ടർ 1 ഉണ്ടാവും, പ്ലസ് ഈ പ്ലസ് 1 ഇവിടെ ബാക്കി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയറിനെ ഇങ്ങനെ എഴുതിയപ്പോ 3n പ്ലസ് 2ന്റെ സ്ക്വയറിനെ എഴുതിയപ്പോൾ നമുക്ക് ഒരു കാര്യം കാണാൻ സാധിച്ചത്, n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n സ്ക്വയർ നാച്ചുറൽ നമ്പർ ആണ്, 3n സ്ക്വയർ നാച്ചുറൽ നമ്പർ ആണ്. ഇത് നാച്ചുറൽ നമ്പറാണ്, ഇത് നാച്ചുറൽ നമ്പറാണ്, ഇത് നാച്ചുറൽ നമ്പറാണ്. അപ്പൊ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന മുഴുവൻ ടേംസും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ആലോചിക്കേണ്ടത് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിഷൻ നടത്തുമ്പോൾ മാത്രമാണ് നാച്ചുറൽ നമ്പർ അല്ലാതെ മാറുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഫ്രാക്ഷനായി മാറാം ചില സിറ്റുവേഷനുകളിൽ. ബാക്കി എല്ലാ സമയത്തും നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും നമുക്ക് എപ്പോഴും വീണ്ടും കിട്ടുന്ന ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. കുറയ്ക്കുമ്പം അത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണമെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ കുറച്ചിരിക്കുന്നത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നു, ഇവിടെ സബ്ട്രാക്ഷൻ വന്നു, ഇവിടെ അഡീഷൻ വന്നു. അതുകൊണ്ട് ഈ ഡിവിഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പൊ ഇതിനെ ഈ നാച്ചുറൽ നമ്പർ × 3 ഇതൊരു എണ്ണൽ സംഖ്യയാവും. അപ്പൊ ഈ എണ്ണൽ സംഖ്യ × 3 എന്ന് പറഞ്ഞാൽ ഇതൊരു 3ന്റെ ഗുണിതമായിരുന്നു. അപ്പൊ 3ന്റെ ഗുണിതം പ്ലസ് 1. അപ്പൊ 3n സ്ക്വയർ ചെയ്തപ്പോ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ കിട്ടി. അടുത്ത 3n മൈനസ് 2നെ സ്ക്വയർ ചെയ്തപ്പോ 3n മൈനസ് 2നെ സ്ക്വയർ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? 3യുടെ ഇത് 3യുടെ മൾട്ടിപ്പിൾ, ഇത് നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പർ 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആ കിട്ടിയത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെയ്യാം. അടുത്ത ലാസ്റ്റ് വൺ ഇതാണ്. ഇതേപോലെ 3n മൈനസ് 1നെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. ഇതേപോലെ a മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ ചെയ്താൽ മതി. a പറയുന്നത് 3n ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9n സ്ക്വയർ മൈനസ് 2 × 3n 6n, 6n × 1 6n തന്നെ പ്ലസ് 1 സ്ക്വയർ 1n. ഇവിടെ നമുക്കറിയാം ഇവിടെ 3യുടെ മൾട്ടിപ്പിൾ ഇവിടെ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇത് 3 × 3, ഇത് 2 × 3. അവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ 3 കോമൺ ഫാക്ടറിനെ എടുത്താൽ ഇവിടെ 3 × 3 3 ഒരു കോമൺ ഫാക്ടർ എടുത്താൽ ബാക്കി ഒരു 3n സ്ക്വയർ ഉണ്ട്, മൈനസ് 2 × 6 3 കോമൺ ഫാക്ടർ എടുത്താൽ എന്തുണ്ട്? 2n പ്ലസ്
1. അപ്പൊ നോക്കൂ, ഈ മൂന്നിനെയും ചെയ്തപ്പോ 3n സ്ക്വയർ ചെയ്തു, 3n മൈനസ് 2നെ സ്ക്വയർ ചെയ്തു, 3n മൈനസ് 1നെ സ്ക്വയർ ചെയ്തു. ഈ മൂന്നിനെയും സ്ക്വയർ ചെയ്തപ്പോൾ സ്ക്വയർ ആയിട്ട് കിട്ടിയത്, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടിയത് ഇവിടെ 3യുടെ മൾട്ടിപ്പിളിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വീണ്ടും 3യുടെ മൾട്ടിപ്പിൾസിന്റെ സ്ക്വയേഴ്സ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ തന്നെയാണ്. 3യുടെ മൾട്ടിപ്പിൾസിനോട് 2 കുറച്ചിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ, 3യുടെ മൾട്ടിപ്പിളിന് 2 കുറച്ചിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ 3യുടെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയ നമ്പർ. 3യുടെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയ നമ്പർ. 3യുടെ മൾട്ടിപ്പിളിനോട് 1 കുറച്ച നമ്പേഴ്സ്, 3യുടെ മൾട്ടിപ്പിളിൽ 1 കുറച്ച നമ്പേഴ്സിനെ സ്ക്വയർ കാണുമ്പോൾ, അതിന്റെ വർഗം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ 3യുടെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയത്. അപ്പൊ നോക്കൂ, ഇവിടെയും ഈ 1 കൂട്ടിയതാണ്, ഇവിടെയും 1 കൂട്ടിയതാണ്, ഇവിടെ കൂട്ടിയിരിക്കുന്നത് 0 ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ 3യുടെ ഗുണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചു. ആ 3ന്റെയും ജനറൽ ഫോംസിനെ സ്ക്വയർ ചെയ്തു. കാരണം എന്തിനാ 3ന്റെയും സ്ക്വയർ ചെയ്യാൻ കാരണം എന്താ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ എല്ലാത്തിന്റെയും സ്ക്വയർ നമുക്ക് അറിയണം. അപ്പൊ അത് 3 വിഭാഗമാകുമ്പോൾ 3 വിഭാഗത്തിന്റെ സ്ക്വയറുകൾ അറിയണം. ആ 3 വിഭാഗത്തിന്റെ സ്ക്വയറുകൾ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 3 വിഭാഗത്തിലും 3യുടെ മൾട്ടിപ്പിൾ 3ന്റെ ഗുണിതത്തിനോട് 0യോ അല്ലെങ്കിൽ 1ഓ ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? 5, 8, 11 അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യനുള്ള സീക്വൻസ്. ആ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? 3യുടെ മൾട്ടിപ്പിളിനോട് എന്ത് ആഡ് ചെയ്തിരിക്കുന്നു? 2 ആഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ 5, 8, 11 എന്ന് പറയുന്ന സീക്വൻസ് is 2 more than the multiple of 3, but the perfect squares are 1 more than the multiple of 3 or multiple of 3. So no, in this sequence 5, 8, 11, so in this sequence 5, 8, 11 there is no perfect square. മൂന്നിന്റെ ഗുണിതങ്ങളെ നമ്മൾ പിന്നെ 3ന്റെ ഗുണിതങ്ങളായിട്ട് നാച്ചുറൽ നമ്പേഴ്സിനെ മാറ്റി. ആ നാച്ചുറൽ നമ്പേഴ്സിനെ ഒക്കെ നമ്മൾ പൂർണ്ണവർഗം കണ്ടപ്പോൾ ഒന്നുകിൽ ഇവിടെ നമ്മൾ 0 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഒന്നും ആഡ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ 0 ആഡ് ചെയ്തു. ഇവിടെ രണ്ടിടത്തും 1 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സീക്വൻസോ, നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് 3ന്റെ മൾട്ടിപ്പിളിനോട് ഗുണിതത്തിനോട് 2 ആഡ് ചെയ്യുന്ന സീക്വൻസ് ആണ്. അതുകൊണ്ട് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഒന്നും തന്നെ ഇതിൽ വരില്ല എന്ന് നമുക്ക് പറയാം. ഒരു കാര്യം സിമ്പിൾ ആയിട്ട്, ഇത് ഇത്രയും അതിന്റെ തിയററ്റിക്കൽ പ്രൂഫ് ആണ് തന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1, 4, 9, 16, 25, 36, 49 ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/3 എടുത്ത് നോക്കിയാൽ ഇതിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക റിമൈൻഡേഴ്സ് എന്തൊക്കെയാ കിട്ടുക? ശിഷ്ടം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം നമുക്ക് എന്തൊക്കെയാ കിട്ടുക? ശിഷ്ടം എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. സിമ്പിൾ ആയി പറഞ്ഞാൽ ഇതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, ഇതാണ് പൂർണ്ണവർഗ്ഗങ്ങൾ. പൂർണ്ണവർഗ്ഗങ്ങളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒന്നുകിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ്. പക്ഷെ ഇവിടുത്തെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതൊക്കെ റിമൈൻഡർ ആരാ? 2 ആണ്. അപ്പൊ ആ ഒരൊറ്റ കാരണമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. തിയററ്റിക്കലായി പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യേണ്ടി വരും.